മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെന്നും പൊടിയെന്നും ചീനച്ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അണികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത പുരോഹിതവർഗം ജനങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടി. ഇപ്പോഴിതാ തങ്ങൾ സംഘടിപ്പിക്കുന്ന മുഖാമുഖങ്ങളിൽ പോലും മുടിയെപ്പറ്റിയോ തങ്ങൾ തട്ടിയെടുത്ത കോടികളെപ്പറ്റിയോ ഒരക്ഷരം ചോദിച്ചു പോകരുതെന്ന് മുൻകൂർ ജാമ്യമെടുക്കുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ വിഷയാവതരണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് ചോദ്യം വരുമ്പോൾ അതിനനുസരിച്ച് ബഹുമാനപ്പെട്ട പളത്തൂർ ഉസ്താദൊക്കെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ചോദ്യം ചോദിക്കുന്നവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അഹ്ലുസുന്നയും അല്ലാത്തവരും സുന്നികളും നോൺ സുന്നികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചോദിക്കേണ്ടത്. എന്നല്ലാതെ സംഘടനാപരമായ വിഷയങ്ങളോ ഇതുമായി ബന്ധമില്ലാത്ത മറ്റു വല്ല വിഷയങ്ങളും നോളജ് സിറ്റിന്റെ പണി തുടങ്ങിയോ, പള്ളി എവിടെ ഉണ്ടാക്കുന്നത്, മർക്കസുള്ള ഷെയർ മുബാറക് തന്നെയാണോ, ഈ ജാതി ചോദ്യങ്ങളൊന്നും ഇവിടെ പരിഗണിക്കുന്നതല്ല. മർക്കസുള്ള ഷെയർ മുബാറക് തന്നെയാണോ, ഈ ജാതി ചോദ്യങ്ങളൊന്നും ഇവിടെ പരിഗണിക്കുന്നതല്ല. അതിന് മറുപടിയും പറയുന്നതല്ല. സുന്നികളും നോൺ സുന്നികളും തർക്കത്തിലിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കുറിച്ച് ചോദിക്കാം. മർക്കസിലുള്ള മുടി റസൂലിന്റേതാണോ എന്ന ചോദ്യത്തിനു പോലും അതെ എന്ന ഒരു ഉത്തരം പറയാൻ പോലും തങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് പരസ്യമായി ഇവർ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി പറയൂ സഹോദരങ്ങളെ, കേവലം ഒരു മുടിനാരിന്റെ പേരിൽ പോലും ഇത്ര വലിയ തട്ടിപ്പുകൾ നടത്തുന്ന ഈ പുരോഹിതവർഗം കിതാബുകളിലും ഖുർആനിലും ഹദീസിലും എത്രമാത്രം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്നുണ്ടാകുമെന്ന് ഒഴിഞ്ഞിരുന്ന് ഒന്ന് ചിന്തിക്കുക. ഇവരെ പിൻപറ്റി നമ്മുടെ പരലോകം നാം നഷ്ടപ്പെടുത്തണോ എന്ന് നാം തീരുമാനിക്കുക.